ഗംഭീരം, 4Kയിൽ ഗംഭീരം. മമ്മൂക്കയുടെ 3 വേഷം നമ്മൾ എത്ര പ്രാവശ്യം കണ്ട പടമാണ്. പക്ഷേ സുഖമുണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം, കാണാൻ ഒരു സീൻ കൂടെ ബോറടിയില്ല. മലയാളത്തിൻ്റെ തകർത്ത് വാരിയിട്ടുണ്ട്. ഇനി വന്നാലും ഇനിയും കാണും. കാരണം ഈ പടമൊക്കെ ഒരിക്കലും നമുക്ക് നിരസിക്കാൻ പറ്റില്ല. 2010 മികച്ച നടനുള്ള അവാർഡ് നമുക്ക് കിട്ടിയത് ഈ പടത്തിലൂടെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു അഭിനയ പ്രതിഭ ഈ എത്ര പടം അഭിനയിച്ച് ഇനിയിപ്പം ഒരുപാട് പടം ഇനിയിപ്പോൾ ഇത് റിലീസ് വന്നാലും ഞങ്ങൾ കാണാൻ തയ്യാറാണ്. ഞങ്ങളെപ്പോഴും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. എന്തോ കുറച്ച് മാറി ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. മനസ്സിലായില്ലേ? പക്ഷെ അത് പടത്തിൽ ഞങ്ങൾക്ക് ഫീലൊന്നും ചെയ്തില്ല. സുഖമായിട്ട് കാണാം, സംശയമേ വേണ്ട. വലിയേട്ടനൊക്കെ ഒരുപാട് കണ്ടതാണ്. ആദ്യം വന്നപ്പോഴും ഒരുപാട് കണ്ടു, ടി വിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം 4K സൗണ്ടിൽ അത് വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഷോയ്ക്ക് ഉണ്ടാവും. ഷുവർ. റിലീസ് ദിവസം ഇതേ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ്. സിനിമയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, പുതിയ റിലീസല്ല. പക്ഷേ ഇതൊരു 4Kയിൽ വരുമ്പോഴുള്ള ഒരു പുതുമ, ഒരു മമ്മൂക്ക ചിത്രം ആദ്യമായിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് റിലീസ് 4Kയിൽ വരുന്നത്. അപ്പോൾ അത് ഈ ബിഗ് സ്ക്രീനിൽ ഒന്നുകൂടെ കാണണമെന്ന് ആഗ്രഹം. ടി വിയിൽ കണ്ടിട്ടുണ്ട്, ഫിലിം ഫെസ്റ്റിവലിന് കണ്ടിട്ടുണ്ട്. പക്ഷേ ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കലി അടിപൊളിയായിട്ട് എൻ്റെ 4K മാസ്റ്ററിങ് അതിൻ്റെ സൗണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ അഭിനയം കാണാൻ വേണ്ടിയാണ് വീണ്ടും വന്നത്. 3 കഥാപാത്രങ്ങൾ, 3 വ്യത്യസ്തമായ കഥാപാത്രം. പിന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ്റെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് പാലേരി മാണിക്യം. അത് വീണ്ടും സ്ക്രീനിൽ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നത്. റിലീസുകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഈ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മമ്മൂക്കയുടെ പടം പറയുകയാണെങ്കിൽ എനിക്ക് ജോണി വാക്കർ, കൗരവർ, ഈ 2 പടം റിലീസ് വന്നാൽ അറിയുകയായി. കൈയടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്തുള്ള ആ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഈ ജോണി വാക്കർ ആയാലും ശരി തന്നെ, കൗരവർ ആയാലും ശരി തന്നെ, ധ്രുവം ആയാലും ശരി തന്നെ, നല്ലൊരു സിനിമ തന്നെയാണ്. പക്ഷേ ഈ പടങ്ങളൊക്കെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സിനിമകളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. നല്ല ധ്രുവമായാലും ഇപ്പോൾ പാലേരി മാണിക്കും നല്ല ട്രിക്കായ ആ സ്ഥിതിക്ക് ഇനിയിപ്പം ജോണി വാക്കറും പിന്നെ ധ്രുവവും കൗരവറും എല്ലാം റിപ്പീറ്റ് ചെയ്യണം. ഇതുപോലെ നല്ലൊരു ട്രെൻഡായി മാറും, ഉറപ്പാണ്. മമ്മൂക്ക സിനിമ സത്യമാണ്. ഓക്കെ.